ശ്രീമദ് ഭാഗവതം ക്ലാസ് 50 നമ്മൾ മൂന്നാമത്തെ സ്കന്ധമായിട്ട് 21ാമത്തെ അധ്യായം മനുവംശ ഉപക്രമം. അപ്പം മനുവംശത്തിൻ്റെ മനുവംശത്തിൽ നിന്നാണ് ഓരോ സൃഷ്ടിയും തുടങ്ങുന്നത്. അപ്പം ഇതുവരെ സൃഷ്ടിയൊന്നും ഉണ്ടായിട്ടില്ല. ഏതുപോലെയുള്ള സൃഷ്ടി എന്നാൽ ജീവനുള്ള വസ്തുക്കളോ ഒന്നും ഉണ്ടായിട്ടില്ല. ജീവനുള്ള വസ്തുക്കളുടെ ഉത്ഭവമാണ് മനുവിലൂടെ തുടങ്ങുന്നത്. അതിനു മുമ്പിൽ പ്രപഞ്ചമെല്ലാം ഉണ്ടായിട്ടുണ്ട്. ഭൂമിയെല്ലാം ഉണ്ടാക്കിയിട്ട് ആ ആകാശം എന്ന് പറയുന്ന പ്രപഞ്ചം 14 ലോകങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഭൂമി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഭൂമിയിലൂടെ ജീവജാലങ്ങളെയെല്ലാം സൃഷ്ടിക്കുന്ന പ്രവർത്തനമാണ് മനുവിലൂടെ ആരംഭിക്കാൻ പോകുന്നത്. ഇപ്പൊ നമുക്ക് ആദ്യം ഒന്നിൽ വിതുരർ എന്താണ് പറയുന്നതെന്ന് പറയാം. അപ്പം വിതുരർ പറയുകയാണ്, ബ്രഹ്മാവിന്റെ പുത്രനായ സ്വയംഭൂ മനുവിലൂടെയാണല്ലോ വംശം സ്ത്രീ പുരുഷ സംയോഗത്തിലൂടെ പ്രജകളുണ്ടായത്. അപ്പം സ്ത്രീ പുരുഷൻ എന്ന് പറയുമ്പോൾ അവിടെയും നമ്മൾ ധരിക്കുന്ന സ്ത്രീ ആണെന്നില്ല. നമ്മൾ ധരിക്കുന്ന പുരുഷൻ എന്നാണ് പറയുമ്പോൾ ഈ നമ്മളെ തരത്തിലുള്ളതാണ്. അതല്ല ഉദ്ദേശിക്കുന്നത്. അല്ലെ ജീവജാലങ്ങൾ, മൃഗങ്ങൾ, ആണ് പെണ്ണ്, ഇതൊന്നുമല്ല. സ്വയംഭൂ മനുവ് എന്നത് പ്രേരക ശക്തിയാണ്. ആ പ്രേരക ശക്തി 2 തരത്തിലുണ്ട്, പുരുഷനും സ്ത്രീയും. ഇപ്പൊ പുരുഷനിലൂടെയും സ്ത്രീയിലൂടെയും 2 പ്രേരക ശക്തികൾ പ്രേരിപ്പിച്ചിട്ടാണ് ഇനി സൃഷ്ടി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന 2 ശക്തിവിശേഷങ്ങളാണ് സ്വയംഭൂ മനു, ബ്രഹ്മാവിൻ്റെ പുത്രൻ. ബ്രഹ്മാവ് എന്ന് പറയുന്നത് ഒരു ബലമാണ്. ആ ബലം, സൃഷ്ടിക്ക് പ്രേരകമായ ബലം, ജീവജാലങ്ങളെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സ്വയംഭൂ മനു എന്ന ഒരു പുരുഷനിലൂടെ സ്ത്രീ പുരുഷ സംയോഗത്തിലൂടെ, അതായത് ദ്വയമായ ഇതിലൂടെ പ്രജകളെ ഉണ്ടാക്കാൻ പോവുകയാണ്. അത് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പറയുകയാണ്. ഇനി 2 മുതൽ 4 വരെ. അപ്പൊ അവരിലെ 2 മക്കളിലൂടെ പ്രിയംവദനും ഉത്താനപാദനിലൂടെയാണ് മക്കള്. പ്രിയംവദനും 2 മുതൽ 4 വരെയുള്ളതിൽ പറയാണ്. പ്രിയംവദനും ഉത്താനപാദനും ആ 2 മക്കളിലൂടെയാണ് 7 ദ്വീപ് സമൂഹങ്ങളെ സംരക്ഷിച്ചത്. എന്താണ് 7 ദ്വീപ് സമൂഹങ്ങൾ? പ്രപഞ്ചഘടന എന്ന് പറഞ്ഞാൽ മുകളിൽ 7 ലോകമുണ്ട് എന്ന് എല്ലാവരും പറയുന്നുണ്ട്. അതെന്താണെന്ന് നമ്മൾ പ്രപഞ്ചഘടന പണ്ട് പറഞ്ഞു കഴിഞ്ഞു. ബ്രഹ്മം തൊട്ട് കൂട്ടല്. എന്താണ് ഈ പ്രപഞ്ചത്തിന്റെ ഘടന എന്ന് പറഞ്ഞാൽ ഒരു 7 വലിയ ഗോളങ്ങളായിട്ട് ചിന്തിക്കാം. 7 വലിയ ഗോളങ്ങൾ, നടുവിലൊരു ഗോളം, അതിൻ്റെ ചുറ്റും 6 ഗോളങ്ങൾ. അങ്ങനെ ഒരു വലിയ ഇതാണ് പ്രപഞ്ചം. നടുവിലൊരു ഗോളം, അതിൻ്റെ ചുറ്റുമായിട്ട് കുറേ വലിയ ഗോളങ്ങൾ, അതാണ് 7 ലോകങ്ങൾ. ഇതിൽ ഒരു നടുവിലുള്ള ഗോളത്തിലല്ല, അതിൽ തന്നെ ഓരോന്നിനും എന്ത് ചെയ്തിട്ടുണ്ട്? 7ആയിട്ട് പിന്നെയും ഭാഗിച്ചിട്ടുണ്ട്. അതിനാണ് മരുത്തുക്കൾ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഈ നടുവിലുള്ള ഗോളത്തിലാണ് ഉള്ളതെങ്കിലും പുറത്താറുന്നുണ്ട് നടുവിൽ 1. അതിനെ 7ആയി മാറുമ്പോൾ അതിൻ്റെയും നടുവിൽ 1ഉണ്ട്, അതിൻ്റെ ചുറ്റും 6ഉണ്ട്. ആ ചുറ്റുമുള്ള 6ലാണ് 1ലാണ് നമ്മളുള്ളത്, അല്ലാതെ ആ നടുവിലുള്ളതിനല്ല. ആ അങ്ങനെ 49, ഓരോന്നിനെയും 7 7ആയി വിഭജിച്ചാൽ 49 ഉണ്ട്. അങ്ങനെ 49 മരുത്തുക്കളുണ്ട്. ഇതെല്ലാം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ നമ്മളുള്ളതിൽ തന്നെ കുറേ നക്ഷത്രങ്ങളുണ്ട്, അനേക കോടി നക്ഷത്രങ്ങളുണ്ട്. അങ്ങനെയുള്ളതിലെ ഒരു നക്ഷത്രത്തിലെ മാണ് സൂര്യൻ. ആ സൂര്യനിലുള്ള അതിൻ്റെ ഗ്രഹങ്ങളിലാണ് നവഗ്രഹങ്ങൾ എന്നെല്ലാം പറയുന്നുണ്ടല്ലോ, അതിൽ ഒന്നിലാണ് നമ്മുടെ ഭൂമി. ആ ഭൂമിയിലാണ് നമ്മളുള്ളത്.
അപ്പം നമുക്ക് 7 ഗോളങ്ങളായിട്ട് എടുക്കാം, അതിൻ്റെ അകത്തുള്ള എടുക്കണ്ട. അപ്പം 7 ഗോളങ്ങൾ. ഈ 7 ഗോളങ്ങളെയും ഭരിക്കുന്ന ശക്തി വിശേഷമാണ് ഇനി ഈ 7 ലോകങ്ങളിലെയും സൃഷ്ടിക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന രാജാവാണ് ആണ് പ്രിയംവദനും ഉത്താനപാദനും. അതും ബലങ്ങളാണ്. അവരിലൂടെയാണ് ഈ ലോകങ്ങളെ സൃഷ്ടിച്ച് പരിപാലിക്കാൻ പോകുന്നത്. ആ മനുവിൻ്റെ പുത്രിയായ ദേവാഹൂതി, ആ മനുവിൻ്റെ പുത്രി തന്നെയാണ് ദേവാഹൂതി. കർദമൻ എന്ന പ്രജാപതിയുടെ, അപ്പം ബ്രഹ്മാവ് സൃഷ്ടിച്ച കുറേ പ്രജാപതിമാരുണ്ട്. അതും മാനസികമായ ചില വശങ്ങളാണെന്ന് മുമ്പ് കണ്ടു കഴിഞ്ഞു. ആ പ്രജാപതിയുടെ പത്നിയിൽ ഏത് വിധേന വീര്യത്തെ ഉളവാക്കി. അപ്പോൾ ഈ മനുവിൻ്റെ പുത്രിയായ ദേവാഹൂതി, പ്രജാപതിമാർ കുറേ ഉള്ളതിൽ ബ്രഹ്മാവ് ആദ്യം സൃഷ്ടിച്ചിട്ടുണ്ടല്ലോ, കുറേ മാനസപുത്രന്മാരെന്നെല്ലാം പറഞ്ഞ് സൃഷ്ടിച്ചിട്ടുണ്ട്. അതിൽ കർദമൻ എന്ന പ്രജാപതിയുടെ പത്നിയായിട്ട് ഏത് വിധേന വീര്യത്തെ ഉളവാക്കി, ഇതാണ് ചോദിക്കുന്നത്. ഇതും പറഞ്ഞു കൊടുക്കാൻ എങ്ങനെയാണ് അതിലൂടെ സൃഷ്ടി ഉണ്ടായത്. എൻ്റെ 5 ബ്രഹ്മാവിൻ്റെ പുത്രനായ രുചി എന്ന പ്രജാപതിയും, അപ്പം ബ്രഹ്മാവിൻ്റെ വേറൊരു പുത്രനാണ് രുചി പ്രജാപതിയും, ദക്ഷ പ്രജാപതിയും മനുപുത്രിയിലൂടെ ഏത് പ്രകാരം പ്രജകളെ ഉത്ഭവിച്ചു. അപ്പം ബ്രഹ്മാവിൻ്റെ പുത്രനായ രുചിയും എന്ന പ്രജാപതിയും ദക്ഷ പ്രജാപതിയും മനുപുത്രിയിലൂടെ ഏത് പ്രകാരം പ്രജകളെ ഉത്പാദിപ്പിച്ചു. അപ്പം മനുവിലൂടെ തന്നെയാണ് സൃഷ്ടി നടക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ മറുവശം ആദ്യമുണ്ടായ മാനസ പുത്രന്മാരിലൂടെയാണ്. ദക്ഷ പ്രജാപതികളിലൂടെയെല്ലാമാണ് സൃഷ്ടി നടക്കുന്നത്. ഇനി 6 തൊട്ട് മൈത്രേനപ്പം പറഞ്ഞു കൊടുക്കുകയാണ്. കർദമ പ്രജാപതി ബ്രഹ്മാവിനാൽ പ്രജകളെ സൃഷ്ടിക്കുക എന്ന നിർദ്ദേശപ്രകാരം ബ്രഹ്മാവ് പറഞ്ഞു കർദമ പ്രജാപതിയോട്, നീ മക്കളെ സൃഷ്ടിക്കുക. അപ്പം മനസ്സുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ് സൃഷ്ടി വരേണ്ടത്. നമ്മളും സൃഷ്ടി അടക്കണ്ടെങ്കിൽ നമ്മളെ മനസ്സിൽ നമുക്ക് തോന്നിയാലല്ലേ പെണ്ണ് കെട്ടുള്ളൂ. അപ്പം മനസ്സിൽ നിന്നാണ് പെണ്ണ് കെട്ടണോ. ഈ ശരീരമെല്ലാം മനസ്സിൻ്റെ പിന്നാലെ ഓടുന്ന സംഗതികളാണ്. അപ്പം മനസ്സെന്ന ഒരു ശക്തി വിശേഷം, അതൊരു പ്രേരക ശക്തിയാണ്. അതിനെയൊന്നും നമ്മളായിട്ടൊന്നും കാണാൻ പറ്റില്ല. അതെല്ലാം അജ്ഞാതമായ ചില ശക്തികളാണ്. അങ്ങനെയുള്ള ശക്തികളായിട്ട് എന്നെ ഈ കർദമനെ കാണണം. ഇപ്പം കർദമ പ്രജാപതി ബ്രഹ്മാവ് പറയുന്നു, നീ മനസ്സോടാണ് പറയുന്നത്, നീ സൃഷ്ടി നടത്തുക. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം 1000 സംവത്സരം സരസ്വതി നദിയുടെ കരയിൽ തപസ്സനുഷ്ഠിച്ചു. ആ ഒരു തപസ്സനുഷ്ഠിക്കുക എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവ് ഏൽപ്പിച്ച ആ കർമ്മത്തെപ്പറ്റി എങ്ങനെ ചെയ്യണമെന്നെല്ലാം അതേ ഒരു ചിന്തയിലിരിക്കുന്നതിനാണ് തപസ് എന്ന് പറയുന്നത്. നമ്മളെന്തെങ്കിലും കാര്യം നേടാൻ വേണ്ടി തപസ്സനുഷ്ഠിക്കുന്ന മാതിരി നമ്മൾ തപസ് തന്നെയാണ് അനുഷ്ഠിക്കുന്നത്. എന്തെങ്കിലും കിട്ടണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മനസ്സിൽ ഏത് സമയം അതും ചിന്തിക്കാണ്ടിരിക്കും. മനസ്സിലാണ് അത് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം മനസ്സിൽ നിന്നാണ് തുടക്കം. അപ്പം കർദമൻ എന്ന പ്രജാപതി ഇങ്ങനെ അതിനെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുക. അതായത് 1000 വർഷത്തോളം. എന്തുകൊണ്ടാണ് 1000 എന്ന് പറയുന്നത്? സൃഷ്ടിക്കൊരു കാലമുണ്ട്. ആ സമയത്തെ കുട്ടികളുണ്ടായി. ഇപ്പം നമ്മൾ കല്യാണം കഴിച്ചാൽ നമുക്ക് തോന്നും ഉടനെ നമുക്കൊരു കുട്ടികൾ ഉണ്ടാകുന്നു. നമുക്ക് വേണ്ടിയിട്ടല്ല കുട്ടികൾ, നമുക്ക് വേണ്ടിയിട്ട് നമുക്ക് തോന്നിയാണ്. കുട്ടികൾ വേണ്ടത് കാലത്തിനാണ്. കാലത്തിന് ഓരോ കാലഘട്ടത്തിൽ ജോലി ചെയ്യിക്കാൻ വേണ്ടിയിട്ട് കുട്ടികളെ വേണം. അപ്പോൾ ആ വേണ്ട സമയം എത്തുമ്പം അത് നമ്മിലൂടെയും പത്നിയിലൂടെയും
ആ സമയത്ത് അതിന് യോജിപ്പിച്ച് കുട്ടികളുണ്ടാക്കും. അല്ലാതെ കല്യാണം കഴിഞ്ഞ് ഒരു വട്ടം കഴിയുമ്പോൾ എനിക്കൊരു കുട്ടി വേണമെന്ന് വിചാരിച്ചാലൊന്നും കിട്ടണമെന്നില്ല. ആവശ്യമുണ്ടെങ്കിൽ കിട്ടും, ഇല്ലെങ്കിൽ ചിലപ്പോൾ വയസ്സാം കാലത്താണ് വേണ്ടിയെങ്കിൽ എന്നേരെ കിട്ടുള്ളൂ. അതുകൊണ്ട് അതിനെപ്പറ്റിയൊന്നും ഭയക്കേണ്ട കാര്യമൊന്നുമില്ല. കിട്ടേണ്ട കുട്ടിയാണെങ്കിൽ അത് വരും, അത് വയസ്സാം കാലത്തായാലും വരും. അപ്പം 7-ലും 8-ലും പറയുന്നു, ശ്രീഹരിയെ സേവിച്ചതുകൊണ്ട് ഫലമായിട്ട് കൃതയുഗത്തിൽ, അപ്പം കൃതയുഗത്തിലാണ് സൃഷ്ടി ആരംഭിക്കാൻ പോകുന്നത്. കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം. അപ്പോഴാണ് ആ ശക്തി വേണ്ട ജീവജാല കണങ്ങളെയെല്ലാം ചേർത്തിട്ട് സൃഷ്ടികൾ ഉണ്ടായിക്കോളും. കൃതയുഗം വരെ കാത്തിരുന്നു. പ്രപഞ്ചം ഉണ്ടായിട്ട് അതിൻ്റെ മുമ്പിൽ എപ്പോഴോ വർഷം മുമ്പിൽ പ്രപഞ്ചമുണ്ടായി. അതിൽ നിന്നാണ് സൃഷ്ടികൾ വരുന്നത്. സൃഷ്ടികളിൽ തന്നെ മനുഷ്യരുണ്ട്, ചെടി ഉണ്ടാക്കുക, എല്ലാം പരിവർത്തനത്തിലൂടെയൊന്നും പണ്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. പക്ഷെ ഓരോ സമയത്തുമ്പോഴാണ് ആ പരിവർത്തനത്തിലൂടെ കുട്ടികൾ ഉണ്ടാകുന്നത്. ഏത് കുട്ടിയെന്നൊന്നും ഇവിടെ പറയുന്നില്ല. ചിലപ്പോൾ സസ്യങ്ങളായിരിക്കാം, എന്തോ ആകാം. പേര് ഓരോന്ന് കൊടുക്കും. മനുഷ്യൻ്റെ കഥയിൽ മനുഷ്യൻ്റെ പേരല്ലേ കൊടുക്കാൻ പറ്റും. നമ്മളിപ്പോൾ ഒരു മൃഗങ്ങളെ കഥ പറയുമ്പോഴും കുട്ടികൾക്ക് വേണ്ടി മൃഗങ്ങളെ കഥ പറയുമ്പോൾ എന്താ വരുന്നത്? മനുഷ്യൻ്റെ പേര് കൊടുത്തിട്ട് മനുഷ്യനെ പോലെ സംസാരിക്കുന്ന മാതിരിയാണ് മൃഗങ്ങളെ അവതരിപ്പിക്കുക. അപ്പൊ കൃതയുഗത്തിലെ മഹാവിഷ്ണു ആ സമയമെത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് 9 മുതൽ 12 വരെ പറയുന്നു, രവി പോലെ ശോഭിക്കുന്നവനും കിരീടം ചൂടി ശംഖ് ഗദാ ചക്രം. പിന്നെ ഇനി വിഷ്ണുവിൻ്റെ വർണ്ണനയാണ്. അതിനെ കുറച്ച് വിട്ടിട്ടെല്ലാം പറയും. തിരുമാറിൽ ശ്രീദേവി ഉള്ളവനായി അദ്ദേഹം എന്ത് ചെയ്തു? കർദമൻ്റെ ആശ്രമത്തിൽ വന്നു. അതായത് ശ്രീഹരി അവിടെ വന്നു, കർദമൻ്റെ മുമ്പിൽ വന്നു. എന്നിട്ട് കർദമൻ അവരെ കണ്ടപ്പോൾ എന്ത് ചെയ്തു? കൈകൂപ്പി പിന്നെ ഭൂമിയിൽ വീണ് നമസ്കരിച്ചു. എൻ്റെ വാക്കുകൊണ്ട് സ്തുതിക്കുകയും ചെയ്തു. എൻ്റെ കർദമൻ പറയുകയാണ് 13, 14 പാഞ്ചില് 13 മുതൽ 14 പാഞ്ചില് കർദമൻ പറയുകയാണ്, യോഗികൾക്ക് വളരെ കാലമായി ആഗ്രഹിച്ചാൽ മാത്രം നേടുന്ന അങ്ങ് പ്രസന്നനായി മുന്നിൽ നിൽക്കുകയാണ്. യോഗികൾക്ക് ഈ വിരക്തി വന്നിട്ട് ബ്രഹ്മസാക്ഷാത്കാരത്തിന് ശ്രമിക്കുന്നവർക്ക് എത്രയോ കാലം ശ്രമിച്ചാൽ മാത്രമേ ഇങ്ങേരെ കാണാൻ പറ്റുള്ളൂ. പക്ഷെ ഇങ്ങേരാണെങ്കിൽ എങ്ങനെയാണുള്ളത്? ഇങ്ങേർക്ക് പെണ്ണും കെട്ടിയിട്ട് കല്യാണം കഴിച്ചിട്ട് കുട്ടികളുണ്ടാണെന്നുള്ള ഭൗതിക ചിന്തയായിട്ടിരിക്കുന്ന കക്ഷിയാണ് ഇങ്ങേര്. ഇങ്ങേരെ മുമ്പിലാണ് ആര് വന്നിരിക്കുന്നത്? ഈ പ്രസന്നനായി മുന്നിൽ നിൽക്കുന്നത് ശ്രീഹരി. ഭൗതിക സുഖത്തിൻ്റെ പിന്നാലെ നടക്കുന്ന നമ്മളെ മുമ്പിലൊന്നും വരില്ല എന്ന് നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. വരുന്ന ആരുടെ മുമ്പിലേ വരും? ബ്രഹ്മസാക്ഷാത്കാരം നേടുന്നവന് ആ തലകുത്തി കുറേ കാലം എല്ലാം ഉപേക്ഷിച്ചിട്ട് അവിടെ പോയി ഗുഹയിൽ പോയിരിക്കുമ്പോൾ അവസാനം ബ്രഹ്മസാക്ഷാത്കാരം. ഇതിപ്പോൾ ഭൗതിക ലോകത്തിലുള്ള കർദമന് കുട്ടികളുണ്ടാക്കിയിട്ട് പ്രജകളെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ള ചിന്തയും കൊണ്ടിരിക്കുകയാണ്. ഭാര്യനെ വേണമെന്നെല്ലാം പറഞ്ഞുകൊണ്ട് ചിന്തിച്ചിരിക്കുന്ന ഭക്തിയാണ്. അദ്ദേഹത്തിൻ്റെ മുമ്പിലാണ് വന്നത്. അപ്പോൾ അദ്ദേഹം പോലും അന്തം വിട്ടുപോയി. സംസാരസാഗരം മറികടക്കാൻ ശ്രമിക്കുന്നവർക്ക് അത് നൽകുന്ന അങ്ങയുടെ മുമ്പിൽ, അപ്പം അങ്ങ് സാധാരണ ആരുടെ മുമ്പിലാണ് പ്രത്യക്ഷപ്പെടുക? സംസാരസാഗരം അല്ല, മറികടക്കാൻ, സംസാരസാഗരത്തെ മറികടന്നിട്ട് ബ്രഹ്മസാക്ഷാത്കാരത്തിന് പോകുന്നവരുടെ മുമ്പിൽ പ്രത്യക്ഷമാകുന്ന അങ്ങ് അന്ധകരണ ശുദ്ധിയില്ലാത്ത, എൻ്റെ മനസ്സിന് അങ്ങനെ അന്ധകരണ ശുദ്ധിയൊന്നുമില്ല. എൻ്റെ താല്പര്യം എങ്ങനെ കുട്ടികൾ ഉണ്ടാക്കാമെന്നാണ് ഭൗതിക കാര്യത്തിൽ. അങ്ങനെയുള്ള അന്ധകരണ ശുദ്ധിയില്ലാത്ത എൻ്റെ ഞാനാണെങ്കിൽ ഗൃഹസ്ഥാശ്രമം സ്വീകരിച്ചവനാണ്. ഗൃഹസ്ഥാശ്രമം തന്നെ ഒരു പെണ്ണെല്ലാം കെട്ടിയിട്ട് പെണ്ണ് കെട്ടേണ്ട ചിന്തയെല്ലായിട്ട് നടക്കുന്നവനാണ്. അതിന് കുട്ടികൾ ഉണ്ടാക്കണം. സ്വീകരിച്ചുകൊണ്ട് പരിണയിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് ഈ കൽപ്പവൃക്ഷത്തിൻ്റെ മുരടായ ഭാഗം ഇവിടെ ഇരിക്കുകയാണ്. അങ്ങയുടെ തൃപ്പാദത്തെ ഞാൻ ആശ്രയിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തെ കണ്ടപ്പോൾ തന്നെ പറയുന്നു, അങ്ങയെ ഞാൻ ആശ്രയിക്കുകയാണ്. ഇതിനു വേണ്ടിയിട്ട് ഈ സൃഷ്ടിക്രമത്തിൽ എന്നെ സഹായിക്കാൻ വേണ്ടി. എൻ്റെ 16 പറയുകയാണ്,
കാമക്കെടുതിയാർന്ന ഈ ലോകം. അപ്പൊ സ്ത്രീ പുരുഷനിലൂടെയാണല്ലോ പ്രജകൾ വർദ്ധിക്കുക. അപ്പൊ കെടുതിയാർന്നതാണ് ഈ ലോകം. ഈ ലോകം എന്ന് പറഞ്ഞാൽ കാമമാണ്. എല്ലവും സ്ത്രീ പുരുഷ കാമിച്ചിട്ട് കുട്ടികൾ ഉണ്ടാക്കുന്ന തിരക്കിലുള്ളതാണ്. പ്രജകളെ ഇങ്ങനെ വർദ്ധിപ്പിക്കണം. അത് ബ്രഹ്മാവിൻ്റെ ആവശ്യമാണ്. ബ്രഹ്മാവ് എല്ലാവരോടും പറഞ്ഞുകൊണ്ടിരിക്കുക, നിങ്ങളെ കുട്ടികൾ വേണ്ടുന്ന കുട്ടികൾ ഉണ്ടാക്കി വിടുന്നു. അപ്പൊ കാമുമായിട്ട് നടക്കുന്നവരാണ് ഈ മനുഷ്യനുള്ള ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാവരും. നിന്തെരുവടിയുടെ വായ്മൊഴിയാകുന്ന കയറിനാൽ. അപ്പൊ അങ്ങ് തന്നെ അതിന് വേണ്ടിയിട്ട് വാചകടിച്ച് നടക്കുന്നവരെല്ലാം അങ്ങയുടെ കയറിനാൽ ബന്ധിതമായിരിക്കുകയാണ്. അതുകൊണ്ട് സ്വതന്ത്രമൊന്നുമല്ല, കാമുമായിട്ട് നടക്കുന്നുണ്ടെങ്കിലും അങ്ങനെ കയറി വെച്ചിട്ട് ബന്ധിച്ചിട്ടുണ്ട്. കാരണം എപ്പം കുട്ടിയുണ്ടാണ്, എപ്പം കല്യാണം കഴിക്കണം എന്നല്ല അങ്ങേരാണ് തീരുമാനിക്കുന്നത്. കയറുമായിട്ട് ബന്ധിപ്പിച്ച് വെച്ചിരിക്കുക. നമുക്ക് സ്വാതന്ത്ര്യമൊന്നുമില്ല. അദ്ദേഹത്തിനൊരു നല്ല, ഇപ്പം ഞാൻ നല്ല പാട്ടുകാരനാണ്, അദ്ദേഹത്തിനൊരു നല്ല പാടാനും നൃത്തം ചെയ്യാനും കഴിവുള്ള ഒരു, അല്ലെങ്കിൽ പാടാനും നല്ല കുസ്തി പിടിക്കാൻ കഴിവുള്ള ഒരു കുട്ടി വേണമെങ്കിൽ എന്നെയും, എനിക്ക് പാടാൻ അറിയാലോ, പിന്നെ കുസ്തി പിടിക്കുന്ന വല്ല സ്ത്രീകളുണ്ടെങ്കിൽ അവരെയും, കാരണം അവരിലാണ് ആ ജനിതഘടനയോട്, അവരെയും തമ്മിൽ യോജിപ്പിച്ചിട്ട്, വേണ്ട സമയത്ത് യോജിപ്പിച്ചിട്ട്, അത് പ്രേമം കൊണ്ടാകാം, മതിൽ ചാടിയിട്ടാകാം, എങ്ങനെയാകാം, അന്ന് പറയാൻ പറ്റും. അങ്ങനത്തെ ചിന്തയൊന്നുമില്ല. എന്തായാലും ഇവർ തമ്മിൽ യോജിപ്പിച്ചിട്ട് ഒരു കുട്ടീനെ വേണം. അതുകൊണ്ട് കയറ് കൊണ്ട് ബന്ധിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പം നമ്മളെല്ലാം ആ കയറി കിടന്നിട്ട് അത് പറയുന്നതനുസരിച്ച് കടിഞ്ഞാണ് അതിൻ്റെ കൈമലാണ് ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. ഞാനും അങ്ങയുടെ ആജ്ഞ അനുസരിച്ചുകൊണ്ട് യത്നം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. അപ്പം ഞാനും അങ്ങ് പറയുന്ന മാതിരി വേണ്ട സമയം ഇന്ന പെണ്ണിനെ വേണ്ടിയിട്ട് ആ പെണ്ണിനെയും കെട്ടി കുട്ടികൾ ഉണ്ടായിക്കോളാം, പറഞ്ഞേച്ചാൽ മതി എന്ന് പറയുകയാണ്. നമുക്കൊന്നും ഇത് മനസ്സിലാകുന്നില്ല. നമ്മൾ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞുകൊണ്ട് ഞാൻ പ്രേമിക്കുകയാണ്, എനിക്ക് തോന്നുന്ന മാതിരി ഞാൻ ആരോ കൊള്ളാം, മനസ്സിലൊരു പ്രേമം ഉണ്ടാകുന്നു, പെണ്ണ് കെട്ടുന്നു, കുട്ടികൾ ഉണ്ടാകുന്നു. കാമത്തിന് കണ്ണും മുക്കൊന്നും ഇല്ലാന്ന് പറഞ്ഞിട്ടില്ലേ? അതെല്ലാം എന്തുകൊണ്ടാണ്? അതിന് ഏത് കുട്ടീനെയാണ് വേണ്ടത് അതിനനുസരിച്ചുള്ള അത് യോജിപ്പിക്കും. അതിന് ജാതിയും നോക്കില്ല, മതവും നോക്കില്ല, ഒരു ചുറ്റും നോക്കില്ല. പാടുന്ന കുട്ടി ചിലപ്പോൾ ആൺകുട്ടി ചിലപ്പോൾ ഹിന്ദു മതത്തിലും, നൃത്തം ചെയ്യുന്നത് ചിലപ്പോൾ ക്രിസ്തു മതത്തിലും ആയിരിക്കാം. ഇവന്മാരെ തമ്മിൽ യോജിപ്പിച്ചിട്ട് അതിന് പാടാനും നൃത്തം ചെയ്യാനും കഴിവുള്ള കുട്ടീനെ അതുണ്ടാക്കിയെടുക്കും. അതൊന്നും ആര് വിചാരിച്ചാലും തടുക്കാനൊന്നും പോകുന്നില്ല. അതെല്ലാം മതപരിവർത്തനമെന്നോ എന്ത് പറഞ്ഞാൽ അതെല്ലാം അവിടെ കിടന്ന് പറയും. കാരണം വേദവ്യാസത്തിന്റെ ബുക്ക് സ്ത്രീയിലാണ് ഉണ്ടായത്. പോട്ടെ. ഇനി 17 പാട്ടില് ലോകങ്ങളെയും അതുമായി ബന്ധപ്പെട്ട കർമ്മങ്ങളെയും തള്ളിക്കളഞ്ഞുകൊണ്ട് അങ്ങയെ ആശ്രയിച്ചു കഴിയുന്ന യാതൊരുവനുണ്ടോ? അപ്പൊ എല്ലാതെ ബ്രഹ്മസാക്ഷാത്കാരത്തിന് ശ്രമിക്കുന്നവരുടെ കാര്യമാണ് ഇവിടെ പറയുന്നത്. ബാക്കി എല്ലാവരും കയറ് കൊണ്ട് ബന്ധിപ്പിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന് വേണ്ടുന്ന സമയം യോജിപ്പിച്ചെടുക്കും. അല്ലാത്തവര് ലോകങ്ങളെയും അതുമായി ബന്ധപ്പെട്ട കർമ്മങ്ങളെയും തള്ളിക്കളഞ്ഞ് അങ്ങയെ ആശ്രയിച്ചു കഴിയുന്ന യാതൊരുവനുണ്ടോ? അവരുടെ ആയുസ് അവരെത്ര കാലമല്ല ജീവിക്കണമെന്നുള്ളത് അധിമാസം ഉൾപ്പെടെ 13 മാസങ്ങളും, അതായത് ഒരു വർഷം എന്ന നിലയിൽ ഒരു വർഷവും അതുമായി ബന്ധപ്പെട്ട 366 അഹോരാത്രങ്ങളും, 306 ഡിഗ്രി ആണല്ലോ, അല്ലെ 306 ദിവസം കൊണ്ടാണല്ലോ. പിന്നെ ഏപ്പുകളാലും 6 ഋതുക്കളാണ്. ഇതെല്ലാമായിട്ട് ചുറ്റപ്പെട്ട ആ ചക്രത്തെ ആ ചക്രം അവരെ ബാധിക്കില്ല. അതായത് ഈ സൗരയൂഥ സിസ്റ്റത്തില് 360 ദിവസം കൊണ്ട് ഭൂമി സൂര്യനെ ചുറ്റും അങ്ങനെയുള്ള 6 ഋതുക്കളുണ്ട്. ഇതിലൂടെയല്ലാണ് മനുഷ്യനെ നിയന്ത്രിക്കുന്നത്. അതെല്ലാം ഒരു കയറ് തന്നെയാണ്. ആ കയറിലൂടെയാണ് എല്ലാവരും നിയന്ത്രിക്കുന്നത്. അത് പക്ഷേ ഈ ഭൗതിക സുഖങ്ങളെല്ലാം വിട്ടിട്ട് ബ്രഹ്മസാക്ഷാത്കാരത്തിന് പോകുന്നവരെ അത് ബാധിക്കില്ല.
ഇനി 19 അങ്ങ് ഏകനാണെങ്കിൽ അങ്ങ് ഏകൻ തന്നെയാണ്. ലോക സൃഷ്ടി ആഗ്രഹിച്ചിട്ട് അങ്ങ് ഏകനാണ്, ഈശ്വരൻ ഏകനാണ്, ഭഗവാൻ ഏകനാണ്. അത് ലോക സൃഷ്ടി ആഗ്രഹിച്ചിട്ട് എന്താ ചെയ്യുന്നത്? 8 കാലിയായിട്ട് ശരീരത്തു നിന്നും ഇതെടുത്തിട്ട് വലയുണ്ടാക്കുന്നത് പോലെ ഇങ്ങേരും ഈ ആ ഭഗവാനിൽ നിന്ന് തന്നെയാണ് ഇങ്ങനെ വന്നിട്ട് പ്രപഞ്ചമായി മാറുന്നത്. എൻ്റെ അതിനെ പരിപാലിക്കും. 8 കാലിയായിട്ട് നടുവിലിരുന്നിട്ട് അതിൻ്റെ വലയെ പരിപാലിക്കുമല്ലോ. ആ വലയുണ്ടാക്കിയിട്ട് അതിൻ്റെ നടുവിലിരിക്കും, പ്രൊട്ടക്റ്റീവ്, സംരക്ഷിക്കുന്ന പോലെ. അതുപോലെ ഇതിൽ നിന്നും ഒരു വലയുണ്ടാക്കിയിട്ട് അതിൻ്റെ നടുവിലിരിക്കും, എന്നിട്ട് അതിനെ സംരക്ഷിക്കും. ആവശ്യം കഴിയുമ്പോൾ ആ വലേനെ വലിച്ചങ്ങ് ഉള്ളിലേക്ക് കയറ്റുകയും ചെയ്യും. ഉദാഹരണ സമിതം പറഞ്ഞു തരികയാണ് ഈ ഭഗവാൻ ഏത് തരത്തിലാണ് പ്രപഞ്ചം ഉണ്ടാക്കുന്നതെന്ന്. ഞാൻ ചേനയിൽ നിന്ന് ഇങ്ങനെ വന്നിട്ട് പിന്നെ അതിൻ്റെ അകത്ത് തന്നെ പോകുന്ന വഴി ഇത് 8 കാലി അതിൻ്റെ ശരീരത്തിൽ നിന്ന് ഇങ്ങനെ ഒരു വലയുണ്ടാക്കും, അതിൻ്റെ അകത്ത് കയറി സംരക്ഷിക്കും, ആവശ്യം കഴിയുമ്പോൾ വലിച്ച് ഉള്ളിൽ തന്നെ കയറ്റും. ഇനി 20 അങ്ങ് ഞങ്ങൾക്ക് മായ കൊണ്ട് സുഖാസ്പദത്തെ ഭൗതിക സുഖത്തെ വളർത്തിത്തരുന്നു. ഒരു മായയിലൂടെ നമുക്ക് സുഖങ്ങളെല്ലാം പ്രദാനം ചെയ്യുന്നുണ്ട്. അങ്ങ് നമ്മൾ സുഖിക്കുന്നുണ്ടല്ലോ, മാങ്ങയെല്ലാം പറിച്ച് എന്ത് സുഖമാണ്, അങ്ങനെ പലതരത്തിൽ സുഖിക്കുന്നുണ്ട്. അതെല്ലാം മായയിലൂടെയാണ്. മായയില്ലെങ്കിൽ ഈ സുഖിക്കാനൊന്നും പറ്റില്ല, കാരണം എല്ലാം ബ്രഹ്മമാണ്. ഈ മായ ഉണ്ടാകുമ്പോഴാണ് അത് മാങ്ങയാണ്, ഇത് തേങ്ങയാണ് എന്നെല്ലാം തോന്നുന്നത്. അതെല്ലാം നമുക്ക് തന്നിട്ടുണ്ടെങ്കിലും ഇതൊന്നും അങ്ങേക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. അങ്ങേക്ക് ഇതിലൊന്നും താല്പര്യമൊന്നുമില്ല. അങ്ങേര് കുറെ ഇങ്ങനെയെല്ലാം ഉണ്ടാക്കിയ ഒരു മായ ലോകം ഉണ്ടാക്കി നിങ്ങളെന്തെങ്കിലും കാട്ടിക്കൂട്ടും എന്നുള്ള നിലയിൽ നമ്മളെ കൊണ്ട് കർമ്മവും ചെയ്യിക്കുന്നുണ്ട്. എന്നിട്ട് കിട്ടുന്ന അനുഭവിച്ചോ എന്നെല്ലാം പറഞ്ഞ് വിട്ടിട്ടുണ്ടെങ്കിലും അങ്ങേക്ക് ഇതിലൊന്നും താല്പര്യമില്ല. എങ്കിലും അനുഗ്രഹത്തിനായിട്ട് അങ്ങ് ഭവിക്കുന്നു. പക്ഷേ എല്ലാവർക്കും അനുഗ്രഹം നൽകുന്നുമുണ്ട്. അങ്ങ് ഇതിലൊന്നും താല്പര്യമില്ലാതെ നിന്നിട്ട് അനുഗ്രഹിക്കുന്നുമുണ്ട്. നിങ്ങളിങ്ങനെ സുഖിച്ചോ എന്നല്ല പറഞ്ഞുകൊണ്ട്. എന്തെന്നാൽ തുളസിമാലയോടുകൂടി തിരുവുടലോടെ മായാൽ അങ്ങ് കാണപ്പെടുന്നവനല്ലോ. അപ്പൊ ഈ ഉടൽ ഈ രൂപത്തിലെല്ലാം മായയാലാണ് കാണപ്പെടുന്നതാണ്. യഥാർത്ഥത്തിൽ മായ എന്ന് പറഞ്ഞ ഒരു മിഥ്യയാണ്. ഈ കാണപ്പെടുന്ന ഇങ്ങനെ തിരുവുടലായിട്ടും മഞ്ഞപ്പട്ട ധരിച്ചിട്ട് വരുന്നതെന്നെല്ലാം പറയുന്നത് അതിലൊരു മായയാണ്. ചുമ്മാ കഥയിൽ അങ്ങനെ പറഞ്ഞ് വെക്കുന്നതാണ്. യഥാർത്ഥത്തിൽ അതൊരു ശക്തി വിശേഷമാണ്. ഇനി 21 ചിദാനന്ദ സ്വരൂപത്തോടെ നിവർത്തിതമായ കർമ്മഫല ഭോഗത്തോടും കൂടിയവനായി സ്വയമായ വൈഭവത്താൽ വീണ്ടും വീണ്ടും പ്രവർത്തിക്കപ്പെട്ട വിശ്വനിർമ്മാണോപകരണത്തോടു കൂടിയവൻ. അവൻ ചിദാനന്ദ സ്വരൂപനാണ്. നിവർത്തിതമായ കർമ്മഫലത്തോടു കൂടിയതാണ്, കർമ്മഫല ഭോഗത്തോടു കൂടിയതാണ്. അത് ഇതിലൊന്നും താല്പര്യമില്ലെങ്കിൽ ഇവിടെ ഇതെല്ലാം ഉണ്ട്. പിന്നെയോ അദ്ദേഹത്തിൽ നിന്ന് തന്നെയാണ് വീണ്ടും വീണ്ടും സൃഷ്ടിക്കുവാനുള്ള, വിശ്വം സൃഷ്ടിക്കുവാനുള്ള വസ്തുക്കളെല്ലാം അങ്ങേരിൽ നിന്ന് തന്നെയാണ് വരുന്നത്. അപ്പൊ അങ്ങേർക്ക് ഇതിലൊന്നും താല്പര്യമില്ലെങ്കിൽ അങ്ങേരിൽ നിന്ന് തന്നെയാണ് ഈ സൃഷ്ടിക്ക് വേണ്ടിയുള്ള എല്ലാ വസ്തുക്കളും ഉണ്ടായി വരുന്നത്. അദ്ദേഹത്തിന് ഇതിലൊന്നും താല്പര്യമില്ല. അതായത് നേരത്തെ പറഞ്ഞ 8 കാലിൻ്റെ ഉള്ളിൽ നിന്ന് വല വരുന്നത് പോലെ അങ്ങേരിൽ നിന്ന് തന്നെയാണ് ഈ പ്രപഞ്ചം സൃഷ്ടിക്കുന്നതിന് എന്തെല്ലാം വസ്തുക്കൾ ഉണ്ടായിട്ടുള്ളൂ അതെല്ലാം ഉണ്ടായിട്ടുള്ളത്. എന്തിന്? സുഖഭോഗത്തിന് വേണ്ടി. അദ്ദേഹത്തിന് താല്പര്യമില്ല. പക്ഷേ ഈ മനുഷ്യരുടെ എല്ലാം ജീവജാലങ്ങളുടെ എല്ലാം സുഖഭോഗത്തിന് വേണ്ടി തന്നെയാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്. അങ്ങനെയുള്ള അങ്ങയെ നമിക്കപ്പെടേണ്ടവനായ അങ്ങയെ പിന്നെയും പിന്നെയും ഞാൻ നമസ്കരിക്കുന്നു എന്ന് പറഞ്ഞു. ആര്? കർത്തമൻ. 22 മൈത്രേയ മുനി പറയുന്നു, എന്നീ പ്രകാരം സ്തുതിച്ചപ്പോൾ ശ്രീ പത്മനാഭൻ ഗരുഡന്റെ മേൽ
പരിശോഭിച്ചുകൊണ്ട് ഗരുഡന്റെ മേലെയാണ് ആശം വന്നിരിക്കുന്ന ആര്? ഈ ഭഗവാൻ. ഇതെല്ലാം കഥയിലാണ്. ഇതൊരു ശക്തി വിശേഷമാണ്, സൃഷ്ടിക്ക് സംരക്ഷിക്കുന്ന ശക്തി വിശേഷം. ബ്രഹ്മാവ് സൃഷ്ടിക്കുമ്പോൾ അതിനെ പരിപാലിക്കുന്ന ഒരു ഫോഴ്സിനെയാണ്, അദൃശ്യമായ ബലത്തെയാണ് നാരായണന്റെ പത്മനാഭനായിട്ട് കാണേണ്ടത്. എന്നിട്ട് ഒരു ചെറിയ മന്ദസ്മിതത്തോടുകൂടി ആ ഋഷിയോട് പറഞ്ഞു, കർദമനോട് പറഞ്ഞു. എന്തു പറഞ്ഞു? 23 യാതൊന്നിനു വേണ്ടി അങ്ങ് എന്നെ ആരാധിച്ചു. അങ്ങ് എന്നെ ഇരുന്നിട്ട് ഇങ്ങനെ തപസ് ചെയ്യുകയാണല്ലോ, എന്നെ ആലോചിച്ചുകൊണ്ട്. എന്ത് ചെയ്യണമെന്നറിയാതെ അങ്ങയുടെ അന്തർഗത മുൻകൂട്ടി തന്നെ മനസ്സിലാക്കിയിട്ട്, എനിക്ക് നിന്റെ അന്തർഗത, നിന്റെ ഉള്ളിൽ എന്താണ് നീ ചിന്തിക്കുന്നത് എന്നല്ലേ ഞാൻ മുൻകൂട്ടി മനസ്സിലാക്കിയതാണ്. അതായത് നമ്മളെന്ത് ചിന്തിച്ച് എന്ത് പ്രവർത്തിക്കണമെന്ന് മുമ്പേ അത് തീരുമാനിച്ചിട്ടുണ്ട്, പ്ലാനിലുണ്ട്. പ്രപഞ്ചം സൃഷ്ടിക്കുമ്പോൾ ഇവൻ ഇന്ന സമയത്ത് ഇന്ന ആഗ്രഹം വെച്ചിട്ട് ഇന്നത് ചെയ്യണമെന്ന് തീരുമാനിച്ചിട്ടാണ് എന്നെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ കർദമനെയും യാതൊന്നിനു വേണ്ടി അങ്ങ് എന്നെ ആരാധിച്ചു. അങ്ങ് ആരാധിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അങ്ങ് ആരാധിച്ചിരിക്കുകയാണ്. അത് സമയത്താത്തതുകൊണ്ടാണ്. സമയത്തുമ്പോൾ അങ്ങയുടെ അന്തർഗതം മുൻകൂട്ടി തന്നെ മനസ്സിലാക്കി ഞാൻ സംഘടിക്കപ്പെട്ടിരിക്കുന്നതാണ്. അതിൽ വേണ്ടതെല്ലാം ഞാൻ വേണ്ടതെല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇങ്ങനെ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. സമയത്തുമ്പോൾ, അതായത് ഒരു ഭാര്യനെ കിട്ടണം അല്ലേ, കുട്ടികളുണ്ടാക്കാൻ ഭാര്യനെ കിട്ടണ്ടേ, അത് ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. എന്നിട്ടെന്ത് പറയാണ്? 24 എന്നിൽ അർപ്പിക്കപ്പെട്ട നിന്റെ അന്തർഗതം ഒരിക്കലും വ്യർത്ഥമാവുകയില്ല. നീ എന്നില് മനസ്സ് വെച്ചിട്ട് എന്തോ ആഗ്രഹിച്ചിട്ട് അത് വ്യർത്ഥമൊന്നും ആവില്ല. അങ്ങേപോലെയുള്ളവരുടെ വിഷമങ്ങൾ, അങ്ങേപോലെ മഹാന്മാരുടെ വിഷമങ്ങൾ ഞാൻ എപ്പോഴും കണ്ടറിഞ്ഞ് അന്തർഗതം കണ്ടറിഞ്ഞ് ചെയ്യുക. ആ അന്തർഗതത്തിൽ ആ ചിന്ത ഉണ്ടാകുന്നത് ഞാൻ തന്നെയാണെന്നും പറഞ്ഞു വെച്ചിട്ടുണ്ട്. 25 പറയുകയാണ്, ബ്രഹ്മപുത്രനായ സ്വയംഭൂ മനുവിൻ്റെ കീർത്തികെട്ട സദാചാരത്തോടു കൂടിയവനുമായ അങ്ങ് ബ്രഹ്മവർത്തദേശത്ത് വസിച്ചുകൊണ്ട് 7 സമുദ്രങ്ങൾ ഉൾച്ചുറ്റപ്പെട്ട ഭൂഖണ്ഡത്തെ ഭരിച്ചു വരുന്നു. അപ്പം സ്വയംഭൂ മനു 7 ഭൂഖണ്ഡങ്ങളെ ഭരിച്ചുകൊണ്ട് ഇരിക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞ 7 ഭൂഖണ്ഡങ്ങളെ അതിനെ ഭരിച്ചുകൊണ്ട് സ്വയംഭൂ മനു എന്നൊരാളാണ് ഇരിക്കുന്നുണ്ട്. അതായത് 7 ലോകങ്ങളാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അത് 7 സമുദ്രങ്ങളാൽ ചുറ്റപ്പെട്ടതാണ്. അപ്പൊ എന്താണ് ഈ 7 സമുദ്രങ്ങൾ? ഞാൻ പറഞ്ഞില്ലേ 7 പോളുണ്ട്, നടുവിലൊരു പോള്, മറ്റേതെല്ലാം 6 ബോൾ ചുറ്റും. അതാണ് പ്രപഞ്ചം. ആ ബോളുകളൊന്നും തൊട്ടിട്ടല്ല. അപ്പൊ അതിൻ്റെ ഇടയ്ക്കുള്ള സ്പേസ് എല്ലാം എന്താണ്? ശൂന്യമാണ്. ഈ ശൂന്യമായതിനെ എന്തായിട്ട് കാണാം? സമുദ്രമായിട്ട് കാണാം. പണ്ട് കാരണജലത്തിലാണല്ലോ ഇത് ഉണ്ടായിരിക്കുന്നത്. അപ്പൊ ഈ ഗോളങ്ങളൊന്നും തൊട്ടിട്ടല്ല നിൽക്കുന്നത് ഈ പ്രപഞ്ചഘടന. നടുവിലൊരു ബോളും അതിൻ്റെ ചുറ്റും 6 ബോളും, അതൊന്നും തൊട്ടിട്ടില്ല. അതിൻ്റെ ഇടയ്ക്കുള്ള ഫ്രീ സ്പേസ് എന്ന് പറഞ്ഞാൽ കാരണജലമാണ്, സമുദ്രമാണ്. 7 സമുദ്രങ്ങളോട് കൂടിയുള്ള ആ സ്ഥലം എന്ത് ചെയ്യുന്നുണ്ട്? സ്വയംഭൂ മനു ഭരിക്കുകയാണ്. വേദജ്ഞനും 26 ധർമ്മശാസ്ത്ര വിശാരദനും ആയ ആ രാജർഷിയാകട്ടെ. അപ്പോൾ അങ്ങനെന്താണ്? വേദങ്ങളെല്ലാം പഠിക്കേണ്ടത്, ഇതെല്ലാം ഭരിക്കേണ്ടിട്ട് എന്ത് വേണം? ശാസ്ത്ര ജ്ഞാനമെല്ലാം വേണം. അപ്പം അദ്ദേഹത്തിന് എന്തറിയാം? ആ ശക്തിക്ക് എന്താ? അതെല്ലാം ശക്തിയാണ്. ആ ശക്തിക്ക് എന്തറിയാം? ഈ പ്രപഞ്ചത്തിലെ എല്ലാ രഹസ്യങ്ങളും വേദങ്ങളും ധർമ്മശാസ്ത്രങ്ങളെല്ലാം അറിയുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ശതരൂപ എന്ന രാജ്ഞിയോടുകൂടി, അദ്ദേഹത്തിൻ്റെ പത്നിയാണ് ശതരൂപ, അങ്ങയെ കാണാൻ ആഗ്രഹിച്ചുകൊണ്ട് മറ്റന്നാൾ ഇവിടെ വരും എന്ന് പറയുകയാണ്. അതെല്ലാം ഓൾറെഡി തീരുമാനിച്ചിട്ടുണ്ട്. മറ്റന്നാൾ അങ്ങേര്, ഈ 7 ലോകവും ഭരിക്കുന്ന അങ്ങേര് ഭാര്യേനെയും കൂട്ടിയിട്ട്
മറ്റന്നാൾ ഇവിടെ വരും നിന്റെ അടുത്തേക്ക്. ഇത് 27 പറയാണ്, പ്രായം സ്വഭാവം എന്നീ ഗുണങ്ങളാൽ, പ്രായം വെച്ചിട്ടെന്നല്ല, യോജിച്ച പ്രായവും സ്വഭാവം എന്ന് പറഞ്ഞാൽ നല്ല സ്വഭാവമാണ്, എല്ലാ ഗുണങ്ങളും തികഞ്ഞതാണ്, യോജിച്ചവൾ, നിനക്ക് യോജിച്ചവളാണ്, സൗന്ദര്യവതിയാണ്, ഭർത്താവിനെ തേടി കൊണ്ട് മനസ്സ് ഭർത്താവിനെ കിട്ടണം എന്ന് പറഞ്ഞ് ഇരിക്കുന്നവളാണ്, ആയ സ്വയപുത്രിയുമായിട്ട് അങ്ങേ കാണാൻ വരുന്നതാണ്. ഇതിനു വേണ്ടി അങ്ങേക്ക് ഈ പുത്രീനെ തരാൻ വേണ്ടി. അപ്പൊ ഇതെല്ലാം വിഷ്ണു ഭഗവാൻ പറയുകയാണ്. അപ്പം ഭഗവാൻ തീരുമാനിച്ചിട്ടുണ്ട്, ഇവനൊരു തപസ്സിരിക്കുന്നേ ഉള്ളൂ, എനിക്കുള്ള പെണ്ണിനെ ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്, ഇന്ന കക്ഷിയാണ്, അയാൾ തന്നെ ഭാര്യാസമേതം മകളെയും കൂട്ടിയിട്ട് വരുന്ന എനിക്ക് തരാൻ വേണ്ടിയിട്ട്. അപ്പൊ പെണ്ണന്വേഷിക്കാനും പേപ്പർ കണ്ട കാര്യമൊന്നുമില്ല. ഇതെല്ലാം നമ്മൾ വെറുതെ വേസ്റ്റാണ്. ഇതെല്ലാം ഓൾറെഡി തീരുമാനിച്ചിട്ടുണ്ട്. സമയത്തിപ്പോൾ പെണ്ണിങ് കയറി വരും. പിന്നെ നമ്മളിങ്ങനെ പാത്രത്തിലിട്ട് ഇതെല്ലാവന്മാർക്ക് പൈസയെല്ലാം കൊടുത്ത് ഇങ്ങനെ പൈസ കൊണ്ട് കളയുന്നുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഞാനെന്ന ചിന്തയുള്ളത് കൊണ്ടാണ്. അത് പോയി കഴിഞ്ഞിരുന്നെങ്കിൽ ഒന്നുമില്ലായിരുന്നു. ഇങ്ങനെ ആ ചിന്തയില്ലായിരുന്നു. ഇതെല്ലാം ശക്തിയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഒരു യുദ്ധം ചെയ്യില്ല, ഇരുന്ന് കൊടുത്താൽ മതി, പെണ്ണിങ്ങോട്ട് വരും, അങ്ങേര് തന്നെ കൂട്ടിക്കൊണ്ട് തരും. ആര്? ഈ ഭഗവാൻ. ഇത് 28. യാതൊരുവളിൽ അങ്ങയുടെ ചിത്തം ഇത്രയും കാലം ഏകാഗ്രമായി ഭവിച്ചുവോ, ആ മനുരാജപുത്രി അങ്ങയെ ശീഘ്രം പ്രാപിക്കും. അതുകൊണ്ട് അങ്ങയെ കുറെ കാലം ഇരുന്നിട്ട് തപസ് ചെയ്തിട്ട് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, അവളെയും പ്രതീക്ഷിച്ചിട്ട്. ഇപ്പൊ അടുത്ത് തന്നെ വരുന്നു പറയുകയാണ്. ഇനി 29. അവൾ അങ്ങയിൽ ഒതുക്കിയ സന്താന ബീജത്തെ 9 പ്രസവിക്കുന്നതാണ്. അതും പറഞ്ഞു കൊടുത്ത്, അവള് വന്നിട്ട് നിന്നിൽ ഒതുക്കിയിരിക്കുന്ന ആ ബീജത്തെ 9 പ്രസവിക്കുകയാണ്. 9 മക്കളെ പ്രസവിച്ചു തരുമെന്ന് പറഞ്ഞിട്ട്, അതുമല്ല അതിന് വേണ്ടിയിട്ട് ഇവർ യോജിപ്പിക്കുന്നത്, കുട്ടികളുണ്ടാകാൻ വേണ്ടിയിട്ട്, അല്ലാതെ അങ്ങേർക്ക് വേണ്ടിയിട്ടൊന്നുമല്ല. ഇതെല്ലാം ആ ഭഗവാന് വേണ്ടിയിട്ടാണ്. അങ്ങേർക്ക് കുട്ടികളെ വേണം. അപ്പൊ ഇവരെ എത്ര കുട്ടികൾ വേണം? 9 കുട്ടികളെ വേണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ല, ഓൾറെഡി തീരുമാനിച്ചിട്ടാണ് വരുന്നത്. അല്പമെങ്കിലും ഈ ഭാഗവതത്തിലും ഈ സനാതന ധർമ്മത്തിലെല്ലാം വിശ്വസിക്കുന്നവരാണെങ്കിൽ ഒരു ചുക്കും ചെയ്യില്ല, ഒരു പാത്രത്തിലും പരസ്യം കൊടുക്കൂല, ഒരു ദല്ലാടും പാടി പിന്നാലെയും നടക്കൂല. ഇതെല്ലാം ഇങ്ങനെ നടന്നുകൊണ്ട് പോയിക്കോളും. കുട്ടികളെ പോലും തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്, പ്രസവിക്കുന്നതാണ്. അങ്ങയുടെ സന്തതികളിൽ ഋഷിമാർ ആത്മസ്വരൂപങ്ങളെ അനായാസേന ആഖ്യാനം ചെയ്യും. ഋഷികൾക്ക് തുല്യമായ മക്കളാണ് ഉണ്ടാകാൻ പോകുന്നത് അങ്ങയിലൂടെ. ഇത് 30 പറയാണ്, അങ്ങ് എൻ്റെ ആജ്ഞയെ അനുസരിച്ച് പ്രവർത്തിക്കുകയും ഒടുവിൽ എന്നെ പ്രാപിക്കുകയും ചെയ്യും. അങ്ങനെ അങ്ങ് എന്ത് ചെയ്യും? എൻ്റെ ആജ്ഞ അനുസരിച്ചിട്ട് ഇതെല്ലാം ചെയ്യുകയും ചെയ്യും, പ്രവർത്തിക്കുകയും ചെയ്യും, അവസാനം എന്നിൽ വന്ന് ലയിക്കുകയും ചെയ്യും. അപ്പം അങ്ങേര് ചെയ്യേണ്ട പരിപാടി എല്ലാം ഓൾറെഡി തീരുമാനിച്ച് വെച്ചിട്ടുണ്ട്. ഒന്നും അതിനകത്തില്ല, ഇങ്ങനെയൊക്കെ അങ്ങ് ചെയ്തു കൊടുത്താൽ മതി. 31 സർവപ്രാണികളിൽ കരുണയെ കാണിച്ചു. അപ്പൊ നീ ചെയ്യേണ്ട ധർമ്മം ഇത്രയാണ്: എല്ലാ പ്രാണികളിലും കരുണയെ കാണിച്ചും എല്ലാവരിലും കാരുണ്യം കാണിക്കണം. അവരെല്ലാം അഭയം നൽകണം. അവർക്കെല്ലാം അഭയം നൽകിക്കൊണ്ട് എന്നിൽ ലോകത്തോടുകൂടി തന്നെയും ഈ ലോകത്തെ ഒന്നടക്കം എന്നിലും ആ ഭഗവാനിലും കാണണം. തന്നിൽ തന്നെയും കണ്ടുകൊള്ളണം. അപ്പോൾ ഈ ലോകം മുഴുവൻ എന്നിലും കാണണം, ആ ഈശ്വരനിലും കാണണം, ആ ഈശ്വരനെ എന്നിലും കാണണം, ഞാൻ എന്നെ ആ ഈശ്വരനിലും കാണണം. അപ്പം എല്ലാം ബ്രഹ്മമാണ്. ആ നിലയിൽ വേണം നീ ഭരണം നടത്താൻ. ഏത് കൃതയുഗത്തിൽ എല്ലാവരും അങ്ങനെയായിരുന്നു കർമ്മം ചെയ്തിരുന്നത്.
ഇനി 32. അങ്ങയുടെ പിതൃത്വത്തോടുകൂടി ഞാൻ സ്വന്തം അംശകലയാൽ അങ്ങയുടെ പത്നിയായ ദേവാഹൂതിയിൽ അവതരിച്ചിട്ട് തത്വശാസ്ത്രത്തെ നിർമ്മിക്കുന്നതാണ്. അപ്പൊ അങ്ങയുടെ പത്നിയുടെ പേര് ദേവാഹൂതി. അപ്പൊ ദേവാഹൂതിയിലൂടെ, അതായത് ഈ ദേവാഹൂതിനെ കൂട്ടിയിട്ടാണ് വരുന്നത്. ഞാൻ ആ ദേവാഹൂതിയുടെ എൻ്റെ അംശം തന്നെയാണ് വരുന്നത്. അതിലൂടെ എന്ത് ചെയ്യും? ഋഷിതുല്യരായതായതുകൊണ്ട്, ഋഷികൾക്ക് സമാനമായതുകൊണ്ട് വേദ തത്വശാസ്ത്രങ്ങളെ എല്ലാം അവരിലൂടെ ഞാൻ പുറത്തേക്ക് കൊണ്ടുവരുന്നതാണ്. ലോക കർമ്മം മാത്രമല്ല, ജ്ഞാനമാണ് ആദ്യം പുറത്തു വരാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഋഷികൾക്ക് തുല്യം എന്ന് പറഞ്ഞത്. അവരിലൂടെ വേദശാസ്ത്രങ്ങളുമെല്ലാം ഞാൻ പുറത്തേക്ക് കൊണ്ടുവരുന്നതാണ്. എങ്കിലല്ലേ കർമ്മം ചെയ്യണം, ലോകം പുരോഗമിക്കണം. എന്നിട്ട് 33 ഇത്തരത്തിൽ ഭഗവാൻ അദ്ദേഹത്തോട് പറഞ്ഞിട്ട് ഉടൻ തന്നെ അവിടെ നിന്നും ഗമിച്ചു. ഇത്രയും പറഞ്ഞു കൊടുത്തിട്ട് പിന്നെ ഭഗവാന്റെ വാട്ടിന് പോയി. 39 ഭഗവാൻ പോകുന്നത് ആ കർദമമുനി നോക്കിക്കൊണ്ട് നിന്ന്. ഇത്രയും പറഞ്ഞു കൊടുത്തിട്ട് കർദമമുനി ഈ പോണ പോക്കും നോക്കിക്കൊണ്ട് നിന്നു. അപ്പോൾ അദ്ദേഹം സാമവേദ സൂക്തങ്ങളും സാമഗാനങ്ങളെല്ലാം അവിടെ കേട്ടു എന്നാണ് പറയുന്നത്. സാമവേദത്തിലൂടെയാണ് സൃഷ്ടിക്രമം നടക്കാൻ പോകുന്നത്. സാമവേദം എന്ന് പറയുന്നത് കെമിസ്ട്രിയാണ്. ഋഗ്വേദം എന്ന് പറയുന്നത് ഈ 14 ലോകത്തിൻ്റെയും ടോട്ടലാണ്. യജുർവേദം എന്ന് പറയുന്നത് നമ്മളെ ഭൂമിയും നമ്മളെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് യജുർവേദത്തിലുള്ളത്. ഭൂമി, മറ്റേത് സ്വർഗത്തിൻ്റെ എന്നാണ് ഈ ലോകം, പ്രപഞ്ചം മുഴുവനുള്ളതാണ് ഋഗ്വേദം. ഭൂമിയായിട്ട്, ഭൂമി സ്വർഗം പോലത്തെ ഭൂമിയും അതുമായിട്ട് ബന്ധപ്പെട്ടതാണ് യജുർവേദം. ഭൂമിക്കടിയിലുള്ള പാതാള ലോകം, അതായത് കെമിസ്ട്രി, മെറ്റീരിയൽസ്, അതിൻ്റെ ആറ്റങ്ങൾ, ഘടന, ആറ്റത്തിലൂടെ പോകുമ്പോഴാണ് ബ്രഹ്മത്തിലെത്തുന്നത്. ആ ബ്രഹ്മത്തിൽ നിന്നാണ് സൃഷ്ടിക്രമം വരുന്നത്. ആറ്റങ്ങളിലൂടെയല്ലാണ് സൃഷ്ടിക്രമം വരുന്നത്. അതുകൊണ്ടാണ് ഇവിടെ സാമഗാനങ്ങളും സാമസൂക്തങ്ങളെല്ലാം അവിടെ ശബ്ദം അന്തരീക്ഷത്തിൽ മുഴങ്ങി എന്ന് പറഞ്ഞത്. അതായത് കെമിസ്ട്രിയിലൂടെയാണ്, ആറ്റങ്ങൾ കൂടിച്ചേർന്നുകൊണ്ട് തന്നെയാണ് ഇനി ജീവജാലങ്ങൾ ക്രമത്തിൽ ഉണ്ടാകാൻ പോകുന്നത്. എന്നിട്ട് 35 ഇതെല്ലാം കണ്ടുകൊണ്ട് പിന്നെ കർദമമുനി പ്രജാപതി അവിടെ അങ്ങനെ ഇരിപ്പുറപ്പിച്ചു. കാരണം ഇനി മറ്റവള് വരണമല്ലോ, മനു കൂട്ടിയിട്ട് വരണമല്ലോ, മോളെയും കൂട്ടി. ഇനി 36 മുതൽ 37 വരെ സ്വയംഭൂ മനു സ്വർണമയമാർന്ന രഥത്തിൽ കയറി. അദ്ദേഹം രാജാവാണല്ലോ, 7 ലോകങ്ങളും ഭരിക്കുന്ന രാജാവാണ്. അപ്പൊ അദ്ദേഹം സ്വർണരഥത്തിൽ കയറി തൻ്റെ പുത്രിയെയും കയറ്റി ഭാര്യാസഹമേതം ഭൂമണ്ഡലത്തെ പര്യടനം ചെയ്തുകൊണ്ട് അങ്ങുന്നാണ് വരുന്നത്. ഒരു ബലമാണ് അങ്ങുന്ന് വരിക. 7 ലോകങ്ങൾക്ക് അതിൻ്റെ കേന്ദ്രത്തിൽ നിന്നായിരിക്കും വരുന്നത്. ഭൂമണ്ഡലത്തിലേക്ക് ഭ്രമണം ചെയ്തുകൊണ്ട് എല്ലാം ചുറ്റിക്കൊണ്ടാണ് വരുന്നത്. എന്നിട്ട് ഭൂമിയെ ചുറ്റിക്കൊണ്ട് ശ്രീ ഭഗവാൻ പറഞ്ഞ ദിവസം കർദമമുനിയുടെ ആശ്രമത്തിലെത്തി. ആ പറഞ്ഞ സമയം തന്നെ കർദമമുനിയുടെ ആശ്രമത്തിൽ എത്തി. എനിക്ക് 38, 39 ആ സ്ഥലത്തിൻ്റെ കർദമമുനിയുടെ ആശ്രമത്തിൻ്റെ ആ സ്ഥലത്തിൻ്റെ പ്രത്യേകത പറയുകയാണ്. ശ്രീ മഹാവിഷ്ണുവിൻ്റെ കണ്ണിൽ നിന്നും കണ്ണുനീർ വീണ സ്ഥലമാണ്. കണ്ണ് എന്ന് പറയുമ്പോൾ തന്നെ കണ്ണുമായിട്ട് ബന്ധപ്പെടുമ്പോഴാണ്, ആറ്റങ്ങളുടെ ഘടനയെല്ലാം കണ്ണുമായിട്ട് ബന്ധിപ്പിച്ചുകൊണ്ടാണ് പറയല്. അപ്പം ഇതെല്ലാം അതിൽ നിന്നാണ്, ആ കണ്ണുനീരിൽ നിന്നാണ് ഇനി ബീജമായിട്ട് സൃഷ്ടി പുറത്തേക്ക് വരാൻ പോകുന്നത്. ആറ്റങ്ങളിലൂടെയാണ്. അതാണ് കണ്ണുനീർ
പതിച്ച സ്ഥലം. പിന്നെയോ അതിന് ബിന്ദു സരസ് എന്ന പേര്. ബിന്ദു സരസ്, ആ ബിന്ദുവിൽ നിന്നാണ് സൃഷ്ടി ഉണ്ടാകാൻ പോകുന്നത്. സരസ്വതി നദിയാൽ ചുറ്റപ്പെട്ട്, ഇപ്പം സരസ്വതി നദികളുടെ തീരത്തിലാണ് സംസ്കാരങ്ങൾ ഉടലെടുക്കുന്നത്. മഹർഷിമാരാൽ പല മഹർഷിമാരും അവിടെ താമസിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ വേദമന്ത്രങ്ങളുടെ കേന്ദ്രം, ശാസ്ത്രത്തിൻ്റെ സയൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് സൃഷ്ടി ആരംഭിക്കുന്നത്. അങ്ങനെയുള്ള പ്രദേശത്താണ് വന്നത്. ഇനി 40, 41, 42. ഇനി അവിടുത്തെ വർണ്ണനയെല്ലാം പറയാണ്. പാവനമായ വൃക്ഷ സമൂഹം, ശബ്ദിക്കുന്ന നല്ല പക്ഷികളും മൃഗങ്ങളെല്ലാം നല്ല സുന്ദരമായ ശബ്ദം പുറപ്പെടുവിക്കുന്ന സ്ഥലമാണ്. സർവ ഋതുക്കളിലും ഫലങ്ങളും പുഷ്പങ്ങളും എല്ലാം ഉണ്ടാകും, ഏത് ഋതുവിലും. അങ്ങനെയുള്ള സുന്ദരമായ സ്ഥലത്താണ്, അതായത് എല്ലാം തികഞ്ഞ സ്ഥലത്താണ് സൃഷ്ടി അടക്കാൻ പോകുന്നത്. മതിച്ച വണ്ടുകളും അവരുടെ ലീലാവിലാസങ്ങളും, മതമിളകിയ കുയിലുകൾ, പിന്നെയോ കടമ്പ്, ചെമ്പരത്തി, അശോകം, ഇത്തി, വേങ്ങ എന്നീ വൃക്ഷങ്ങളെല്ലാം ഉണ്ട്. കുറേ വൃക്ഷങ്ങളെയും പൂക്കളെയെല്ലാം പേര് പറയുന്നുണ്ട്, അതെല്ലാം കൊണ്ടിയാണ്. മുല്ല, മന്ദാരം എന്നിവയാലും. പിന്നെയോ 43 താമരക്കോഴിയ, താമരക്കോഴി, നീർക്കാക്ക, അരയന്നം, ചക്രവാക പക്ഷികൾ, ഇങ്ങനെ കുറേയുണ്ട് 43. 44 മാന്, പന്നി, കരടി, ആന, മറ്റേ കുതിരം, സിംഹം, ഇങ്ങനെയെല്ലാം ഉള്ള മൃഗങ്ങൾ, കീരി, ഇതെല്ലാം ഉണ്ട്. 45 പറയുകയാണ്, അങ്ങനെയുള്ള വിശേഷമായ സ്ഥലത്ത് പ്രവേശിച്ച മനു. അങ്ങനെയുള്ള ആ സ്ഥലത്തിൻ്റെ വർണ്ണന പറയുകയാണ്. അവിടെയാണ് ഈ മനു വന്നത്. കർദമമുനിയുടെ ആശ്രമം കിടക്കുന്ന സ്ഥലത്തിൻ്റെ പ്രത്യേകത ആണ്. അവിടെ മനു വന്നപ്പോൾ കർദമുനിയെ കണ്ടു. ഇനി മുനിയുടെ വർണ്ണനയാണ് 46. തപസ് ചെയ്യുകയാണ്. തപസ് ചെയ്തിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. നല്ല ഉറച്ച ശരീരമാണ്, പക്ഷെ അധികം മെലിയാത്ത ഒത്ത ശരീരം. ഉന്നതകായനായ താമര കണ്ണാണുള്ളത്. വിഷ്ണുവിൻ്റെ കടാക്ഷ വീക്ഷണത്താലും മറ്റും അനുഗ്രഹീതനായവൻ. മുടിയെല്ലാം നല്ല ജടയാണ്. തപസ് ചെയ്യുമ്പം പിന്നെ ജടയായിരിക്കുമല്ലോ. മരമുരിയാണ് ധരിച്ചിരിക്കുന്നത്. നിറയെല്ലാം കെട്ടിയിരിക്കുകയാണ്. അങ്ങനെ ഒരുമാതിരിയാണ് ഇരിക്കുന്നത്. കാരണം തപസ് ചെയ്യുമ്പോൾ ഉള്ള അവസ്ഥ അങ്ങനെ ആയിരിക്കുമല്ലോ. അങ്ങനെ ഇരിക്കുന്ന മുനിയെയാണ് ആര് കണ്ടത്? ഈ മനു കണ്ടത്. 47 അനന്തരം അദ്ദേഹം ആശ്രമത്തിൽ കയറി. എന്നിട്ട് അദ്ദേഹം വന്നപ്പാട് തന്നെ ചക്രവർത്തി അദ്ദേഹത്തിൻ്റെ മുന്നിൽ വണങ്ങി നിന്നു. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? എല്ലാ നിലയിലും സ്വീകരിച്ചു. ആര്? കർദമമുനി. അപ്പം 49 അങ്ങനെ സൽക്കാരെല്ലാം സ്വീകരിച്ച് സ്വസ്ഥനായിരിക്കുന്ന മനുവിനെ സന്തോഷിപ്പിച്ചുകൊണ്ടും അദ്ദേഹത്തെ വേണ്ട തരത്തിലെല്ലാം സ്വീകരിച്ച് സന്തോഷിപ്പിച്ചു. അതേസമയം ഭഗവാനെ ഓർത്തുകൊണ്ടും. ആര്? കർദമുനി ഭഗവാൻ ഓർത്തു. ഭഗവാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഇങ്ങനെ കക്ഷി വരുന്നത്.
കർദമമുനി മാർദ്ദവമുള്ള വാക്കിനാൽ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഇത് വന്നവരെ പറ്റി ഒരു നല്ല രണ്ട് അഭിപ്രായം പറയണല്ലോ. അദ്ദേഹം ആദ്യം തന്നെ പറഞ്ഞത്, അങ്ങയുടെ സഞ്ചാരം, അങ്ങായി സഞ്ചരിക്കുന്നത് സജ്ജനങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടിയും അസജ്ജനങ്ങളുടെ, അതായത് ദുർജനങ്ങളുടെ നിഗ്രഹത്തിനു വേണ്ടിയുമാണ് എന്നത് തീർച്ചയാണ്. അങ്ങ് വരുന്നത് സജ്ജനങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി, മോശ ആൾക്കാരുടെ നിഗ്രഹം. അത്രയും നീതിമാനായ ഭരണാധികാരിയാണ് ലോകം, 7 ലോകവും ഭരിക്കുന്നത്. കാരണം അങ്ങ് വിഷ്ണു ഭഗവാന്റെ ആ സംരക്ഷണ ശക്തിയുടെ സ്വരൂപം തന്നെയാണ്. വിഷ്ണു സംരക്ഷണമാണ്, ഈ രാജാവിലൂടെയാണ് സംരക്ഷിക്കുന്നത്. അപ്പോൾ വിഷ്ണുവിൻ്റെ ആ സംരക്ഷണ ശക്തിയുടെ സ്വരൂപം തന്നെയാണ് ആര്? ഈ പറയുന്ന മനു. എന്നിട്ട് 51 യാതൊരുവൻ ആദിത്യൻ, ചന്ദ്രൻ, അഗ്നി, വായു എന്നിവയുടെയും യമൻ, ധർമ്മൻ മുതലായവരുടെയും ആകാരത്തെ അതാത് കാലത്ത് സ്വീകരിക്കുന്നുവോ അങ്ങനെയുള്ള വിഷ്ണുമൂർത്തിയായ അങ്ങേക്ക് നമസ്കാരം. കാരണം ഇദ്ദേഹം എല്ലാത്തിനെയും എന്തായിട്ടാണ് കാണുന്നത്? ആ ഭഗവാനായിട്ടാണ് കാണുന്നത്. ഭഗവാൻ തന്നെയാണ് ഓരോ കാലത്ത് സൂര്യനായിട്ടും ചന്ദ്രനായിട്ടും അഗ്നിയായിട്ടും എല്ലാം വരുന്നത്. ഈ മനുവായിട്ടും വരുന്നത് അത്തരത്തിൽ തന്നെയാണ്. യമനും ധർമ്മനും എല്ലായിട്ട് അതാത് കാലത്ത് വരുന്ന ആ വിഷ്ണുമൂർത്തിയെ നമസ്കരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ വന്നിരിക്കുന്ന കക്ഷി യഥാർത്ഥത്തിൽ വിഷ്ണു തന്നെയാണ് എന്ന നിലയിലാണ് കർദമമുനി കാണുന്നത്. കാരണം മുനിയെ സംബന്ധിച്ചിടത്തോളം എല്ലാം ആ ബ്രഹ്മം തന്നെയാണ്. എൻ്റെ 52, 52 മുതൽ 54 വരെയുള്ളതിൽ പറയുകയാണ്, അല്ലയോ രാജൻ, അദ്ദേഹത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് മനുവിനെ പറയുകയാണ്, അങ്ങേ പോലെയുള്ള പ്രഭാവമുള്ളവരും രത്നങ്ങൾ അലങ്കരിച്ച തേരിലേറിയിട്ട്, രത്നങ്ങളാൽ അലങ്കരിച്ച തേരിലേറി ഉഗ്രധനസ്സോടുകൂടി പാപന്മാരെയെല്ലാം ഭയപ്പെടുത്തിക്കൊണ്ട് ഭൂമണ്ഡലത്തെ വിറപ്പിച്ചുകൊണ്ട് പെരുത്ത സേനയുമായിട്ട് സൂര്യനെ പോലെ നേരിട്ട് എപ്പോൾ ഇങ്ങനെ ലോകം മുഴുവൻ സഞ്ചരിക്കാതെ വരുന്നുവോ, അങ്ങനെ പോലെയുള്ളവർ എപ്പോൾ സഞ്ചരിക്കാതെ വരുന്നുവോ, അതായത് ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ കൺട്രോളിലാണുള്ളത്. അത്രയും പ്രഭാവശാലിയായ, അതായത് നല്ല പ്രഭുത്വം, നല്ല വിജയപ്രഭാവമുള്ള രത്നങ്ങളാൽ അലങ്കരിച്ച തേരിലേറിയിട്ട് ഉഗ്രധനസോടുകൂടി ലോകത്തെ മുഴുവൻ വിറപ്പിക്കുന്ന തരത്തിൽ, പാപികളെ വിറപ്പിക്കുന്ന തരത്തിൽ ലോകത്തെ മുഴുവൻ അങ്ങനെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് ഭൂമണ്ഡലത്തിൽ മുഴുവൻ സഞ്ചരിക്കുന്ന അങ്ങയെപ്പോലെയുള്ളവർ എന്ന് ഇല്ലാതെ വരുന്നുവോ, അപ്പോഴെന്തു പറ്റും? വർണ്ണാശ്രമങ്ങളും ശരിയായ ധർമ്മങ്ങളെല്ലാം നശിച്ചിട്ട് മ്ലേച്ഛ ജനങ്ങളാൽ ഇതെല്ലാം തകർക്കപ്പെടും. അങ്ങുള്ളത് കൊണ്ടാണ് ഇതെല്ലാം നിലനിൽക്കുന്നത്. അങ്ങയുടെ പോലെയുള്ളവർ ലോകത്തില്ലായിരുന്നുവെങ്കിൽ മ്ലേച്ഛന്മാർ ലോകത്തെ കീഴടക്കിയിട്ട് ധർമ്മത്തെയെല്ലാം നശിപ്പിച്ചിട്ട് മ്ലേച്ഛ സാമ്രാജ്യം സ്ഥാപിക്കും. ഇനി 55 എന്നിട്ട് 55 പറയാണ്, അങ്ങ് ഉദാസീനനായാൽ ആഗ്രഹം മൂത്ത ജനങ്ങൾ അല്ലെങ്കിൽ ഭരണാധികാരികൾ അധർമ്മം ലോകത്തിൽ മുഴുവൻ കാട്ടിക്കൊണ്ട് ഈ ലോകത്തെ മ്ലേച്ഛന്മാരുടെ രാജ്യമാക്കിയിട്ട് നശിപ്പിക്കും. അങ്ങുദാസീനനായ അതാണ് സംഭവിക്കുക. അപ്പോൾ ഇപ്പോഴതൊന്നും ഇല്ലാതെ എന്തുകൊണ്ടാണ്? അങ്ങനെ ഭയങ്കര ലോകത്തെ മുഴുവൻ കൺട്രോൾ ചെയ്ത് പോവുകയാണ്.
എന്നിട്ട് 56 പറയുന്നു, എന്നിരിക്കെ, അതായത് അങ്ങേരെ പോലെയുള്ള ഇത് ലോകം ഭരിക്കുന്ന ആ ശക്തിവിശേഷം നശിച്ച് ഉദാസീനനോ അങ്ങനെ പോലെയുള്ളവരില്ലെങ്കിൽ ലോകം മുഴുവൻ നശിച്ചു പോകും. എന്നിരിക്കെ വീര്യശാലി, അങ്ങ് വീര്യശാലിയാണ്, അങ്ങനെയുള്ള വീര്യശാലി എന്തുദ്ദേശിച്ചാണ് അങ്ങനെയുള്ള വീര്യശാലിയാണ്, ലോകത്തെ മുഴുവൻ പരിപാലിച്ചു കിടക്കുന്ന 7 ലോകത്തെയും ഭരിക്കുന്ന കക്ഷിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അദ്ദേഹമുള്ളതുകൊണ്ട് ലോകം ഇത്രയും സുന്ദരമായി നിൽക്കുന്നത്. അങ്ങനെയുള്ള അങ്ങ് എന്തുദ്ദേശിച്ചാണോ ഇവിടെ വന്നത് അത് ഞാൻ ചോദിക്കുകയാണ്. അതായത് എന്തിനാണ് വന്നതെന്ന് എനിക്കറിയണമെന്ന് ഉണ്ട്. അതിനെ നമ്മൾ നിഷ്കപടമായ ഹൃദയത്തോടെ അംഗീകരിക്കും. അങ്ങനെ ഇവിടെ വന്ന കാര്യം എന്താണെന്ന് പറഞ്ഞാൽ നിഷ്കപടമായ ഹൃദയത്തോടെ, തുറന്ന മനസ്സോടുകൂടി എന്ത് ചോദിച്ചാലും നമ്മളത് അംഗീകരിക്കുക. എന്തോ ആവശ്യത്തിനായിരിക്കുമല്ലോ വന്നിരിക്കുന്നത്, എന്തിനു വേണ്ടിയാ വന്നതെന്നൊന്ന് പറയുക, നമ്മളത് അതേപോലെ സ്വീകരിക്കാം. എന്തിനാ വന്നത്? മോളെ കൊടുക്കാനാണ് വന്നിരിക്കുന്നത്.